ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം 14-ാം സങ്കീർത്തനമാണ്. 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനവും ഒരേ കാര്യം തന്നെയാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ അവസാന ഭാഗത്തെ ഒരു വാക്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ എന്ന് ദാവീദ് ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഒരു പ്രവചനമായിട്ടും കൂടെ പറയുന്ന ഒരു വാക്യമാണിത്. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണെങ്കിൽ തന്നെയും ഒരു വലിയ പ്രവചനമാണ് ഇതിലുള്ളത്. അതായത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണിത്. എന്നാൽ ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുൻപ് നടക്കേണ്ടതായ പല കാര്യങ്ങളുണ്ട്. ഇവിടെ ദാവീദ് പറയുന്നത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. എന്നാൽ കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് നമുക്ക് വേണ്ടി, അതായത് മനുഷ്യന് വേണ്ടി മരിച്ച് സ്വയം യാഗമായി തീർന്നു. പിന്നീട് കർത്താവ് പുനരുത്ഥാനം ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി വീണ്ടും തിരികെ വരും എന്നുള്ള വാക്ക് കൊടുത്തതിന് ശേഷമാണ് കർത്താവ് പോകുന്നത്. അത് തന്നെയുമല്ല, ദൂതന്മാരും പറയുന്നുണ്ട്, യഹൂദ പുരുഷന്മാരെ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാണ് ആശ്ചര്യപ്പെട്ടിങ്ങനെ നോക്കി നിൽക്കുന്നത്? അവൻ പോയതുപോലെ വീണ്ടും വരും. അപ്പോൾ കർത്താവ് വീണ്ടും വരും തൻ്റെ ജനത്തെ ചേർത്ത് കൊള്ളുവാൻ എന്നുള്ള ഒരു കാര്യം അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരും മറ്റുള്ളവരുമൊക്കെ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവരെയൊക്കെ കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കുവാനായിട്ട് വളരെയധികം പരിശ്രമിച്ചു. എങ്കിൽ തന്നെയും യഹൂദ ജനം ആ ന്യായപ്രമാണത്തെ വിട്ട് ഇങ്ങനെ ഒരു മശിഹായെ സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല. അപ്പോഴാണ് കുറച്ച് പേരൊക്കെ കർത്താവിൽ വിശ്വസിച്ചു, കർത്താവ് തങ്ങളുടെ മശിഹായാണെന്ന് വിശ്വസിച്ചു, അവൻ ദൈവരാജ്യം സ്ഥാപിക്കാൻ വരും എന്നൊക്കെ പ്രതീക്ഷയൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും കർത്താവിന് പൗലോസ് അപ്പോസ്തലനെ തിരഞ്ഞെടുക്കേണ്ടി വന്നു ജാതികളുടെ ഇടയിൽ കൃപയുടെ സുവിശേഷം അറിയിക്കാനായിട്ട്. കൃപയുടെ സുവിശേഷം എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരെല്ലാവരും രക്ഷിക്കപ്പെടുമെന്നുള്ള കൃപയുടെ സുവിശേഷം. അങ്ങനെ അനേകം ജനങ്ങൾ, അതായത് ജാതികൾ, ഇസ്രായേല്യരും വന്നു, ജാതികളും വന്നു. എന്നാൽ കൂടുതലും ജാതികൾ തന്നെയാണെന്ന് പറയാം. കാരണം ഇസ്രായേൽ പൂർണ്ണമായിട്ട് കർത്താവിനെ സ്വീകരിച്ചില്ല. അപ്പോൾ അവിടെ പറയുന്നത് ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്നാണ്. കാരണം ഇസ്രായേൽ മുഴുവനും മശിഹായെ സ്വീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഒരു നടത്തിപ്പുമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അത് സാധിച്ചില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, ജാതികളോട് പറയുകയാണ്, നിങ്ങളൊരു രഹസ്യം അറിയണം. എന്താണ്? ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. കാരണം വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? യെശയ്യാപ്രവചനത്തിലും എഴുതിയിട്ടുണ്ട്, പല പ്രവചനങ്ങളിലും എഴുതിയിട്ടുണ്ട്. കാരണം ഇവർ കർത്താവിനെ പൂർണ്ണമായി സ്വീകരിക്കുന്ന ഒരു സമയം വരുമെന്നുള്ളത്. എന്നാൽ മറ്റനേക കാര്യങ്ങൾ അതിനു മുമ്പ് സംഭവിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ഈ കൃപായുഗത്തിൽ സഭ ഇന്നിവിടെയുണ്ട്. ഈ സഭ എന്നുള്ളത് ദൈവത്തിൻ്റെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്ന ഒരു മർമ്മമാണ്.
എന്ന് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ ഇത് ലെറ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ജനങ്ങൾ അനേകർ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നു, വിശ്വാസത്താലേ രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഇസ്രായേൽ പൂർണ്ണമായിട്ട് ഇന്നും കർത്താവിൽ വിശ്വസിക്കുന്നില്ല. അവർ ഇപ്പോഴും ചിന്തിക്കുന്നത് മശിഹ വരും, അവരെ വീണ്ടെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി മശിഹ വരുന്നത് സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷമാണ്. സഭ ഇവിടുന്ന് നീക്കപ്പെടും. അതായത് കൃപായുഗത്തിലെ വിശ്വാസികളെല്ലാം ഇവിടുന്ന് നീക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഒരു സമയമുണ്ട്. അതായത് 7 വർഷത്തെ മഹോപദ്രവ കാലമുണ്ട്. ഈ മഹോപദ്രവ കാലത്ത് അനേകം ഇസ്രായേല്യരെ കൊല്ലപ്പെടും. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ച് നിലവിളിച്ച് അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. അപ്പോൾ കർത്താവ് ഒലിവ് മലയിൽ പ്രത്യക്ഷപ്പെടും. അതായത് സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ അപ്പോഴാണ് വരുന്നത്. ആ സമയത്തെക്കുറിച്ചാണ് ഇവിടെ ഈ പ്രവചനം പറയുന്നത്. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമെന്ന്. അപ്പോൾ ആണ് യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യാൻ പോകുന്നത്. എന്നാൽ നാം കൃപായുഗത്തിലെ വിശ്വാസികൾ കർത്താവിൻ്റെ ഉൽപ്രാപണത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്. അതിനായിട്ട് ഏത് സമയവും കർത്താവ് വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ നാം കാത്തിരിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം.